അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെപ്പറ്റി പറയുന്നിടത്ത് ഖുർആൻ ഉപയോഗിക്കുന്ന മനോഹരമായൊരു പദപ്രയോഗമുണ്ട്. ഖുറത്തു ഐൻ, കൺകുളിർമ. സ്വർഗത്തെപ്പറ്റി പറഞ്ഞിടത്ത് ഖുർആൻ ഉപയോഗിച്ച പദമാണത്. എന്നാൽ ഖേദകരെന്ന് പറയട്ടെ, ഇന്ന് പല കുടുംബങ്ങളിലും കണ്ണിന് കുളിരേകേണ്ട മക്കൾ കണ്ണിലെ കരടാണ്, കണ്ണുനീരാണ്. ഒരു ഉമ്മാക്ക് 3 മക്കളാണ്. ആദ്യത്തെ 2 നല്ല ആരോഗ്യമുള്ള ആൺകുട്ടികൾ. മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്, ബുദ്ധിക്കുറവുണ്ട്, അംഗവൈകല്യമുണ്ട്. ആ കുട്ടിയുടെ പേരിൽ ആ ഉമ്മ കഷ്ടപ്പെടുന്നത് കണ്ടാൽ കണ്ടു നിൽക്കുന്നവരുടെ വരെ മനസ്സ് വേദനിക്കും. എന്നാൽ ആ ഉമ്മ പറയുന്നത്, എൻ്റെ ഈ കുട്ടിയെക്കുറിച്ച് ഓർത്തല്ല എൻ്റെ സങ്കടം, എൻ്റെ മുതിർന്ന നല്ല ആരോഗ്യമുള്ള ബുദ്ധിയുള്ള 2 ആൺകുട്ടികളെക്കുറിച്ച് ഓർത്താൻ, അവരുടെ അനുസരണക്കേട് കണ്ടാൻ, അവരുടെ ധിക്കാരപരമായ സമീപനം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള കഥകൾ കൂടുതലായി നമുക്കിപ്പോൾ കേൾക്കേണ്ടി വരുന്നത്? അതിൻ്റെ ഉത്തരം ഉമ്മയാരാണ്, ഉപ്പയാരാണ്, ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ എന്താണ്, ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് എന്ന തിരിച്ചറിവ് മക്കളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നിടത്ത് രക്ഷിതാക്കൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന ഭൗതിക കലാലയത്തിലെ ഒരു ഭൗതിക പാഠപുസ്തകത്തിൽ നിന്നും ഈ തിരിച്ചറിവ് അവർക്ക് ലഭിക്കില്ല. അവർ സയൻസ് പഠിക്കുമ്പോൾ, മാത്സ് പഠിക്കുമ്പോൾ ഉമ്മ ഉപ്പ എന്ന വാക്കുപോലും അവർക്ക് പഠിക്കാനില്ല. ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് അതിലൊന്നും ചർച്ചയില്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അവയൊന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഉമ്മയാരാണ്, ഉപ്പയാരാണ്, ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ എന്താണ്, ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആദർശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന, ആ വിശ്വാസവും സംസ്കാരവും സ്വീകരിച്ച, ഇസ്ലാമിനെ ഹൃദയത്തിലേറ്റിയ ഒരു മോനോ മോളോ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഇരുലോകത്തും നമ്മളുടെ കണ്ണിന് കുളിരാണ്. ഈ ദുനിയാവിൽ പോലും അവരുടെ പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഒരനുഭവം പറയാം. ഒരു ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവമാണ്. പ്രസവ സമയത്ത് ഒരു സ്ത്രീക്ക്, ഒരു ഉമ്മാക്ക് ഏറെ സീരിയസ് ആയ അവസ്ഥ വന്നു. ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു, ഏറെ സീരിയസ് ആണ്, കുട്ടിയും ഉമ്മയും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. ഈ ഉമ്മാക്ക് വിദ്യാർത്ഥിയായ ഒരു മോനുണ്ട്, അള്ളാഹുവിനെ പറ്റി തിരിച്ചറിയുള്ള, ദീനിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന നല്ലൊരു മോൻ. അവൻ ഇത് കേട്ട് നേരെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോയി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് കണ്ണുനീർ പൊഴിച്ച് ഹൃദയം നൊന്ത് തൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നല്ല കുട്ടിയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. ഡോക്ടർമാരെ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെയും ഉമ്മയെയും അള്ളാഹു രക്ഷപ്പെടുത്തി. മറ്റൊരു അനുഭവം, ഒരു ഇൻറ്റൻഷൻ കെയർ യൂണിറ്റിന് മുമ്പിലാണ് സംഭവം നടക്കുന്നത്. ആ ICയുടെ മുമ്പിലേക്ക് ആക്സിഡൻറ്റ് പറ്റി ഒരു മനുഷ്യനെ കൊണ്ടുവരിക. ആ സ്ട്രക്ചറിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമുണ്ട്. ആ കൂട്ടത്തിൽ 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുണ്ട്. കുഞ്ഞി പർദ്ദയണിഞ്ഞ്, കുഞ്ഞി മഫ്തയണിഞ്ഞു വന്ന ആ പെൺകുട്ടി തൻ്റെ ഉപ്പയെ ആ ICയുടെ ഉള്ളിലേക്ക് കയറ്റി ആ ഡോറുകൾ അടഞ്ഞപ്പോൾ ആ ചില്ലുവാതിലിനരികിൽ അവൾ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ കുറച്ചപ്പുറത്തുള്ള കസേര നോക്കി അവൾ നടന്നു. അവിടെ ചെന്നിരുന്ന് ആകാശത്തേക്ക് കരമുയർത്തി കണ്ണുനീർ പൊഴിച്ച് തൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവളുടെ പ്രാർത്ഥന അവസാനിക്കുന്നില്ല. ഇത് കണ്ടു നിന്ന സമ്പന്നനായ ഒരു വ്യക്തി പറഞ്ഞു, എന്തിനാണ് സാറേ ലക്ഷങ്ങളും കോടികളും, ഇതുപോലെ ഒരു മോളെ കിട്ടിയാൽ പോരെ? പ്രിയമുള്ളവരെ, ഇത്തരത്തിലൊരു മോനോ മോളോ നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മളും ആരുടെയെങ്കിലുമൊക്കെ മക്കളാണല്ലോ. നമ്മൾ അത്തരത്തിലൊരു മോനോ മോളോ ആയിട്ടുണ്ടോ? 2 ആണെങ്കിലും നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. അത്തരത്തിലുള്ള മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ദീന് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ, നമ്മൾ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളെയും കൈപ്പിടിച്ച് ഈ ദീനിൻ്റെ നന്മകളിലേക്ക് കൊണ്ടുവരിക. ദീനിൻ്റെ സംസ്കാരവും വിശ്വാസവും അവരിലുമുണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.